നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുകോൺ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഒരു സുന്ദര കുട്ടപ്പനെ ഇവിടെ പോലീസുകാർ ഇവിടെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഈ സുന്ദര കുട്ടപ്പന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ബ്രാൻഡഡ് വസ്ത്രങ്ങളെ ധരിക്കത്തുള്ളൂ. ലൂയിസ് ഫിലിപ്പ്, അലൻ സോള്ളി, പിന്നെ വാൻ ഹുയ്സന് ഇതേപോലെയൊക്കെയുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങളെ ധരിക്കത്തുള്ളൂ. പിന്നെ ഷൂ ആണെങ്കിൽ വുഡ്ലാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതേപോലെ വുഡ്ലാൻഡ് മേപ്പോട്ട് ഉള്ള ഷൂകളെ അദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ നല്ല ക്ലിയർ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാണ്. ഈ സുന്ദര കുട്ടപ്പനെ പാലക്കാട് നിന്നാണ് എഴുകോൺ പോലീസ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അയാളെ കൊണ്ടുവന്നത്. പോലീസ് ഇവിടുന്ന് പാലക്കാട് വരെ തിരക്കി ചെന്നപ്പോഴത്തേക്ക് ഇയാൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ റിസപ്ഷനിലുണ്ടായിരുന്നു. പോലീസ് വന്നതറിഞ്ഞ് ഇയാൾ റിസപ്ഷൻ പറ്റി പോകാതെ എടുത്തിരിക്കുന്ന റൂമിനകത്ത് കയറി ബാത്റൂമിൻ്റെ അകത്തൂടെ കയറി ബാത്റൂമിൻ്റെ ജനലൊക്കെ ഇളക്കി അതിലൂടെ അങ്ങ് പുറത്തു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എഴുകോൺ പോലീസ് പോയി ഇയാളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്തായാലും ഈ ഒരു ആളെ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ടത് തന്നെയാണ്, നിങ്ങളൊന്ന് കാണേണ്ട തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ വീട്ടിലേക്കും ഇയാൾ ക്ഷണിക്കപ്പെടാതെ വന്നെന്നിരിക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇയാൾ ചെയ്തേക്കുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഇയാളൊന്ന് കാണുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആള് നിസ്സാരക്കാരനല്ല. എഴുകോൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട അമ്പലത്തുംകാല ജംഗ്ഷന് സമീപമുള്ള വീടുകളിൽ വെളുപ്പാങ്കാലത്ത് വീടിനുള്ളിൽ കയറി അവിടെ സൂക്ഷിച്ചു വച്ചിരുന്ന പണം കവർന്ന കേസിലെ പ്രതിയാണ് ഇയാൾ. ഇയാളുടെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇരിക്കൂർ പട്ടുവം എന്ന സ്ഥലത്ത് ദാറുൽ ഫലാഹിൽ. അച്ഛൻ്റെ പേരോട് പറഞ്ഞേക്കാം. സാറിന് അച്ഛൻ്റെ പേര് നമ്മൾ പറയാറുള്ളതല്ല, പക്ഷേ ഇയാളെ ആൾക്കാരൊക്കെ തിരിച്ചറിയണമല്ലോ, അതുകൊണ്ട് അച്ഛൻ്റെ പേരോട് പറയുകയാണ്. ഖാലിദിൻ്റെ മകൻ 33 വയസ്സുള്ള ഇസ്മായിലാണ് ഈ ചെറുപ്പക്കാരൻ. എഴുകോൺ പോലീസ് ഇയാളെ പാലക്കാട്ടിൽ ഒരു ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. ഇയാൾക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തൊട്ടാകെയുള്ള ജില്ലകളിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തിയതിലേക്ക് ഏകദേശം 18ഓളം കേസുകൾ നിലവിലുണ്ട്. രാത്രി കാലങ്ങളിൽ മോഷണം നടത്തേണ്ട സ്ഥലങ്ങളിൽ പതിയിരുന്ന ശേഷം വെളുപ്പിന് വീട്ടുകാർ നടക്കാനും മറ്റും പോകുന്ന സമയങ്ങളിൽ വീട്ടിനുള്ളിൽ കയറി കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയം മോഷണം നടത്തിയ 24,000 രൂപയാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത്. പ്രതി മോഷണം നടത്തിയ ശേഷം മോഷണം ചെയ്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇയാളുടെ പതിവ്. പ്രതിക്ക് മോഷണം നടത്തുന്നതിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം, അപ്പോൾ അറിയാം പ്രതിയുടെ മഹാത്മ്യം. ഇയാൾക്കെതിരെ മലപ്പുറം, തൃത്താല, കളമശ്ശേരി, പാലക്കാട്, കോഴിക്കോട്, പുനലൂർ, പത്തനാപുരം, ഫോർട്ട് കൊച്ചി, ഇളമക്കര, ധർമ്മടം, പൂജപ്പുര, ഇങ്ങനെ പറയാനിരിക്കാതെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും പറയേണ്ടി വരും. അതേപോലെയൊക്കെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ട്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPSൻ്റെ നിർദ്ദേശാനുസരണം കൊട്ടാരക്കര DVSP P ബൈജുകുമാർ Kയുടെ നേതൃത്വത്തിൽ എഴുകോൺ ISHO സുധീഷ് കുമാർ S, സബ് ഇൻസ്പെക്ടർ മനോജ് FR, SI ജോസ്, SI രാധാകൃഷ്ണൻ, റൈറ്റർ KV ഗോപകുമാർ, CPOമാരായ കിരൺ, അജിത്ത്, അഭിജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പാലക്കാട് നിന്നും സാഹസികപരമായി അറസ്റ്റ് ചെയ്തത്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെ വീട്ടിലേക്കും ഈ സുന്ദര കുട്ടപ്പൻ ചിലപ്പോൾ കടന്നു വരാം. അതുകൊണ്ട് മാക്സിമം ഈ സുന്ദര കുട്ടപ്പനെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കൂ. ഇനി നമ്മുടെ എഴുകോൺ ISHO സുധീഷ് കുമാർ സാറ് പറയുന്നത് കൂടെ ഒന്ന് കേട്ട് നോക്ക്. മാർച്ച് മാസം 15-ാം തീയതി രാവിലെ സമയത്ത് നമ്മുടെ എഴുകോൺ അമ്പലത്തുംകാല ഭാഗത്ത് വെച്ച് 2 വീടുകളിൽ പുലർച്ചെ മോഷണം നടക്കുക. ഏകദേശം 35,000 രൂപ മോഷണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് മോഷ്ടാവിനെക്കുറിച്ച് നമുക്ക് വിശദമായ വിവരം ലഭിച്ചിരുന്നില്ല. പിന്നീട് CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും ലഭിച്ച അന്വേഷണത്തിൽ കണ്ണൂർ സ്വദേശി ഇസ്മായിൽ എന്ന് പറയുന്ന ആളാണ് ഈ കേസിൽ ഉൾപ്പെട്ടതാണെന്ന് മനസ്സിലാവുകയും ടിയാൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടിയാൻ കേരളത്തിൽ ഏകദേശം 20ഓളം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുള്ളതായിട്ടും പോലീസിൻ്റെ വളരെ നോട്ടപ്പുള്ളിയായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയും അതിനെ തുടർന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും ടിയാന് വേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ അന്വേഷണത്തിൽ ഇന്ന് പുലർച്ചെ പാലക്കാട് ഒരു ലോഡ്ജിൽ നിന്നും ഇസ്മായിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുണ്ടായി. അറസ്റ്റ് ചെയ്യുമ്പോൾ മോഷണം ചെയ്തെടുത്ത 24,000 രൂപ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിൽ ഞാൻ ഇസ്മായിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളതും സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളതുമാണ്. തുടർന്ന് സമീപത്ത് പ്രദേശങ്ങളിൽ നടന്നുള്ള സമാനമായ സംഭവങ്ങളെ
കണക്ട് ചെയ്ത് കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂടുതൽ അന്വേഷണം വരുന്ന ദിവസങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ അന്വേഷണം നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാവ മാത്യു ഐ പി സാറിൻ്റെ നിർദ്ദേശം പ്രകാരം, അതുപോലെ തന്നെ കൊട്ടാരക്കര DYSP ശ്രീ ബൈജുകുമാർ സാറിൻ്റെ നിർദ്ദേശാനുസരണം എഴുകോൺ പോലീസ് സ്റ്റേഷൻ ടീമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണ സംഘത്തിൽ കിരൺ, അഭിജിത്ത്, മനോജ് FR, അതുപോലെ തന്നെ അജിത്ത് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും SHO കൂടാതെ ഉൾപ്പെട്ടിട്ടുണ്ട്.